ഹലോ ഗൈസ്, ഇപ്പൊ ഞാൻ എന്റെ ലീവിലാണുള്ളത്. ക്ലിനിക്കിൽ നിന്ന് ലീവ് എടുത്ത് വരുമ്പോൾ എവിടെ പോണം കുറെ കറങ്ങണം എന്നൊക്കെ വിചാരിച്ചാലും ഒരിടത്തേക്ക് തന്നെ അധിക ദിവസം എവിടെയും പൊക്കില്ല. ആകെ കിട്ടുന്ന 4 ലീവ് റെസ്റ്റ് എടുത്ത് അങ്ങ് തീർക്കും. ഇന്നിപ്പോ എന്റെ അനിയത്തി ടൗണിൽ പോവാന്ന് പറഞ്ഞപ്പോ ഞാനും വരുന്നുണ്ട് പറഞ്ഞിട്ട് ഇറങ്ങിയതാ. ഓളോടുള്ള സ്നേഹം കൊണ്ട് പോന്നിയൊന്നല്ല, പോയാൽ എനിക്ക് ഇന്നത്തേക്കുള്ള ഒരു കണ്ടന്റ് ആയല്ലോ, അതുകൊണ്ട് പോന്നിയാ. ബേസിക്കലി ഞാനൊരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് തന്നെ അധികം ഞാൻ ആൾക്കാരില്ലാത്തടത്തൊന്നും തന്നെ വീഡിയോ എടുക്കാറുള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നടന്നിട്ട് ഞങ്ങൾ സ്റ്റോപ്പിൽ നിന്ന് ഒരു ഓട്ടോ ഷെയർ സ്റ്റോപ്പിൽ നിന്നാക്കി ടൗണിക്ക് പോകാൻ 5-10 മിനിറ്റേ ഉള്ളൂ. ഫോണ് വിളിച്ചിടിച്ച് വീഡിയോ എടുക്കുമ്പോഴും എന്നെ ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് എന്നെ ആരെങ്കിലും നോക്കി എന്റെ അന്നത്തെ ദിവസം തന്നെ പോയി. പിന്നെ ഞാൻ വീഡിയോ എടുക്കുകയില്ല, എനിക്ക് ആ മൂഡ് തന്നെ അങ്ങ് പോകും. അങ്ങനെ നമ്മൾ ടൗണിലെത്തി. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് എന്റെ അനിയത്തിനോട് ചോദിക്കുന്നത് എന്ത് വാങ്ങാൻ നമ്മളിപ്പോ ടൗണിൽ വന്നേ. അപ്പോഴാണ് അവള് പറഞ്ഞ നല്ലൊരു ചില്ലറ കറി വെക്കാനുള്ള സാധനം വാങ്ങാൻ വന്നേ. നമ്മളങ്ങനെ ആദ്യം തന്നെ പോയത് മീൻ വാങ്ങാൻ വേണ്ടി. അങ്ങനെ അവിടുന്ന് മീനും വാങ്ങി തിരിച്ചു വരുമ്പോൾ ഞാൻ എന്റെ അനിയനെ കണ്ട്. അങ്ങനെ കുറച്ച് നേരം അവിടെ വന്നിട്ട് ഓനോട് സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ വന്ന പോലെ തന്നെ തിരിച്ച് ബസ് കയറി പോവാണ്. നമ്മുടെ ആ ജംഗ്ഷനിൽ മീൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ടൗണിലേക്ക് വരുന്നത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ സ്റ്റോപ്പിൽ തന്നെ ബസ് ഇറങ്ങി. ഇന്ന് വാപ്പിന്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് തന്നെ ഉമ്മ ഉപ്പാക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി കേക്കെല്ലാം വിളിച്ച് ഓർഡർ ചെയ്തു. ടൗണിലേക്ക് ഇറങ്ങിയ വേണ്ട ഉമ്മ ഒരു 10 വട്ടെങ്കിലും വിളിച്ചിട്ടുണ്ടാവും. വരുമ്പോൾ മറക്കാണ്ട് കേക്ക് വാങ്ങിയിട്ട് വരണേന്ന് പറയാം. അതുകൊണ്ട് തന്നെ മറക്കാണ്ട് ഞങ്ങൾ ബസ് ഇറങ്ങി വേണം കേക്ക് വാങ്ങി. അഥവാ നമ്മൾ ഇത് വാങ്ങാൻ മറന്നു പോയിട്ട് വീട്ടിൽ ചെന്നിട്ട് ഉമ്മ നമ്മളെ തലങ്ങെടുക്കും. ഇടയത്തെ ചെക്കൻ എന്റെ തന്നെ കേക്ക് തന്നോണ്ട് തന്നെ പിടിച്ചത് ഞാനായിരുന്നു. ഒരേലെത്തുന്ന ഒരാ കേക്ക് ഞാൻ പിടിച്ചാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയോണ്ട് തന്നെ സേഫ് ആയിട്ട് ഞാൻ അനിയത്തിന്റെ അടുത്ത് അങ്ങ് ഏൽപ്പിച്ചു. അല്ലെങ്കിൽ പൊരയിലെത്തുമ്പത്തിന്റെ കേക്കിന്റെ ഷേപ്പ് അങ്ങ് മാറും. പിന്നെ എന്റെ മോത്തിന്റെ ഷേപ്പ് ഉമ്മ അങ്ങ് മാറ്റും. വെറുതെ നമ്മൾ എന്തിനു റിസ്ക് എടുക്കണം. പിന്നെ വഴി കണ്ടൊരു പൂ എടുത്ത് ചെവിയിൽ വെച്ച് കുറച്ച് ക്യൂട്ട്നെസ് എറിയാന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പൊ ഞങ്ങൾ ഏകദേശം വീടിന്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. നല്ല മഴ വരുന്നോണ്ട് തന്നെ ആകാശം കാണാനൊക്കെ നല്ല രസമായിരുന്നു. നമ്മൾ എപ്പോ ടൗണിൽ പോയാലും തിരിച്ചു വരുന്നവർ ഇവർ ഈ വൈക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇന്നിപ്പോ കറി വെക്കാൻ വാങ്ങി മീൻ ഒരു ഇവർക്കുള്ളതാണ്. വാപ്പിക്ക് നമ്മളെക്കാൾ സ്നേഹം പൂച്ചകളോടാണേ. അങ്ങനെ വീട്ടിലെത്തിയോടെ തന്നെ കേക്കിന്റെ ടേബിളിൽ വെച്ച് സെറ്റ് ആക്കുകയാണ്. കേക്ക് വാങ്ങി പൊരയിൽ കൊണ്ടുവന്നത് കണ്ടപ്പോഴാണ് ഉമ്മാക്കൊന്ന് സമാധാനമായത്. പിന്നെ വേഗം പോയി ഉപ്പാനെ വിളിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് കേക്ക് കണ്ടപ്പോഴത്തേക്ക് വാപ്പി സർപ്രൈസ് ആയി. ഉമ്മാക്ക് അത് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായി. വീട്ടിൽ 6 ബർത്ത്ഡേയിൽ ഉപ്പ മറക്കാണ്ട് കേക്ക് വാങ്ങാറുണ്ട്. പക്ഷെ വാപ്പിന്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ ഇന്നേവരെ കേക്കൊന്നും മുറിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു രസമാണ്. വാപ്പിന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി മെഴുകുതിരിയൊക്കെ കത്തിച്ച് അപ്പുറത്തിപ്പുറത്തൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ വാപ്പിക്ക് അതിനെ കുറിച്ചൊന്നും വലിയ പിടുത്തില്ല തന്നെ വാപ്പി അത് ഒതുക്കെടുത്താണ് തന്നെ കേക്ക് മുറി തുടങ്ങി. പക്ഷെ അത് ശ്രദ്ധിച്ച് ഉമ്മ മാസമായിട്ട് അതങ്ങ് ഒതുക്കെടുത്തി. അങ്ങനെ കേക്ക് മുറിച്ചിട്ട് ആദ്യത്തെ കഷ്ണം ഉമ്മാക്ക് വേണ്ടിയിട്ട് അങ്ങ് ഉപ്പ നീ. പക്ഷെ ഞാൻ കുറച്ച് പ്രോത്സാഹനം കൊടുത്തിട്ട് നിർബന്ധിച്ചപ്പോൾ ഉപ്പ എടുത്ത് വായിൽ വെച്ചു കൊടുത്തു. ഉമ്മാക്ക് എടുത്ത കേക്കിന്ന് കുറച്ചെടുത്തിട്ട് ഉമ്മ ഉപ്പാന്റെ മോത്തൊക്കെ അങ്ങ് തേച്ചു കൊടുത്തു. ചില നേരം ഉമ്മാന്റെ ഉപ്പാന്റെ ഈ സ്നേഹപ്രകടനം കാണുമ്പോൾ ചെറിയ മക്കളെ പോലെ തോന്നും. അപ്പം അത്രയുള്ള ഗൈസ്, ബൈ ബൈ.